ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വീട് മാറി പോവുകയാണ്. പെട്ടിയും ചട്ടിയൊക്കെ എടുത്ത്. പക്ഷേ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, ഞങ്ങൾ പെട്ടിയും ചട്ടിയൊന്നും എടുത്ത് വീട് മാറി പോകുന്നതല്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത് വ്ളോഗ് ആക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഇത് ഹെസമോളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് വ്ളോഗ് ആക്കാൻ വിചാരിച്ചു. പിന്നെ ഇതിൽ ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. ഇക്കുവിനെ ഇവിടെ തനിക്ക് ഒറ്റയ്ക്കാക്കിയിട്ട്. ആ ഒരു സങ്കടമാണ് ഞങ്ങൾക്കുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് എമിറേറ്റ്സിലാണ്. എമിറേറ്റ്സ് ടെർമിനൽ 3 ഉള്ളത്. ഹെസ ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണിയാണ് ഗൈസ്. ഞങ്ങൾ നാട്ടിൽ പോവാണ്. ഇതിലാകെയുള്ള സങ്കടം എന്താ വെച്ചാൽ, ഇക്കും ഉണ്ടാവില്ല ഞങ്ങളുടെ കൂടെ. ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വരും ഇൻഷാ അല്ലാ. അപ്പോൾ ബാക്കി ബ്ലോഗ് നമുക്ക് അപ്പുറം പാക്കലാം. ഇക്കോ ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. എന്താ പറയാനുള്ളത്? 10 ദിവസം കഴിഞ്ഞ് വരും. അതുകൊണ്ടാണ് ഞാൻ കരയാത്തത് ഗൈസ്. 10 ദിവസം കഴിഞ്ഞ് വരാന്നൊക്കെ പ്രോമിസ് ചെയ്തു. ഇപ്പോഴും ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യണം അത്ര, ഞങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു 10 ദിവസം. മനോജ് ഉണ്ട്, മനു ഉണ്ട്, നമ്മുടെ ട്രോളി ബാഗ്, ഒരു ബാഗാണ്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് എമിറേറ്റ്സാണ്. റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ട്രോളികളൊക്കെ പോകുന്നുണ്ട്. ഇതില്ല, എൻ്റെ പോട്ടർമാരൊന്നുമില്ല, നമ്മുടെ ഫ്രണ്ട്സാണ്. ഹസ്ബൻഡ് ടെർമിനൽ 3 കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതാണ് ടെർമിനൽ 3 ദുബായ്. ഓക്കെ, നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് എമിറേറ്റ്സ് ആണ്. നമുക്ക് ലഗേജൊക്കെ ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് വിടാം. ഹെസ ബേബി ഒന്നും അറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കിലാണ്. ഹെസ ബേബി നല്ല ഉറക്കത്തിലാണ് ഗൈസ്. നമ്മൾ ബാഗ്സൊക്കെ വിടാൻ പോവാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്, സന്തോഷത്തിലാണ്. ആകെ എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തതൊന്ന് ഞാനും നിൽക്കുവാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ പരസ്പരം മിസ് ചെയ്യാൻ പോവാണ്. അത് തന്നെ അതിൻ്റെ റീസൺ അല്ലേ? നിൽക്കുന്ന മുഖത്ത് എക്സൈറ്റ്മെൻറ്റ്, ഐ മീൻ എക്സൈറ്റ്മെൻറ്റ് ഇല്ലായ്മ കാണുന്നില്ല, സന്തോഷമാണ് കാണുന്നത്. എന്താണാവോ കാര്യം? അറിയൂ ഹാപ്പി. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനം. ഇപ്പോൾ സാഡാണ് ഗൈസ്. ചെക്ക് ഇൻ ചെയ്യാൻ പറയാനുണ്ടോ നമ്മുടെ വ്യൂവേഴ്സിനോട്? ഇതാണോ വ്യൂവേഴ്സിനോട് നിനക്ക് പറയാനുള്ളത്? വ്യൂവേഴ്സിനോട് ഇത് പറ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അയ്യോ, പേരിൽ പറ്റിയിട്ടുണ്ട് ഗൈസ്. Say something. Hi.
So we are overloaded. ബോർഡിംഗ് പാസ് കിട്ടി ഗൈസ്. All set. ഹെസലിന് ഇപ്പോഴും ഉറങ്ങാണ്. എവിടെയാ അവൾ? ഹെസലിനൊന്നും അറിയാണ്ട് ഉറങ്ങുക ഗൈസ്. അവളൊന്നും എൻജോയ് ചെയ്യുന്നില്ല. അവളൊക്കെ ഉറങ്ങാൻ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് പോലും. ഉണർന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. ഉണർന്നിരുന്നെങ്കിൽ അപ്പൊ തന്നെ പാലിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നതായിരുന്നു. പിന്നെ എനിക്കതൊരു പണിയാവും. ബെറ്റർ ലെറ്റർ സ്ലീപ്. ഫ്ലൈറ്റിൽ നിന്ന് കുറെ കരയാനുള്ളതല്ലേ. ഐ തിങ്ക് അവള് അങ്ങനെ കരയുന്ന ബേബി അല്ല തോന്നുന്നു. ഐ ഹോപ്പ് ഷീ വിൽ നോട്ട് ക്രൈ. ഞങ്ങൾ കൊണ്ടാകത്ത് വേണ്ടി വിളിച്ചത്. നമ്മളപ്പം കിടക്കാണ്. ബേബി ഒന്നും അറിയുന്നില്ല കേട്ടോ. നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് ഇവിടെ എത്തുന്നത് നമ്മളിനി ഗേറ്റിലേക്ക് പോകും. നമുക്ക് കിട്ടിയിരിക്കുന്നത് K9 ആണ്.
നല്ല ഉറക്കില്ല കേട്ടോ. നേരെ കരകരാന്ന് വിളിക്കുന്നുണ്ട്. Cabin crew, prepare all doors and thrusters. ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. പാരൻസൊക്കെ അങ്ങ് പോയി എക്സിറ്റ് ആവാൻ പോവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാസ് എ ബേബീസ് ഫസ്റ്റ് ജേർണി. ഞങ്ങൾ നാട്ടിലെത്തി. കുഞ്ഞമ്മ റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് വണ്ടി കയറാൻ പോവാണ് ഗൈസ്. ഭയങ്കര ചൂട്, വ്ളോഗ് ചെയ്യാൻ വയ്യ, നടക്കൂല. ഇതാണ് ലുലു കാണിച്ചു തരാം. ലുലു